നമസ്കാരം. നമ്മൾ മനുഷ്യർ മനസാക്ഷിയുള്ളവരാണ് എങ്കിൽ ഹൃദയവേദനയുടെ അല്ലാതെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ പറ്റില്ല. സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം പ്രാണൻ ദാനം ചെയ്ത മലയാളിയുടെ കഥയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ തൊട്ട് മുന്നിൽ വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ അതുപോലെ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ ആ ഏരിയയിൽ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ നടക്കുന്നു. ആ സമയത്ത് നമ്മളിൽ എത്ര പേർ നമ്മുടെ ജീവനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും ഒക്കെ പരിഗണിക്കാതെ രക്ഷാപ്രവർത്തനം എന്ന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്ര പേരിറങ്ങും? അപൂർവം ചിലർ മാത്രമേ അങ്ങനെ ഇറങ്ങുള്ളൂ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ധൈര്യത്തോടെ ഇറങ്ങുള്ളൂ. അത്തരം ഒരു അപൂർവ മനുഷ്യരിൽ ഒരാളായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ സ്വദേശി കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജശേഖരൻ്റെയും ഗീതയുടെയും മകൻ രാജേഷ് എന്ന 36 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ്. ഭാര്യ ഷാഫിയ, മക്കളുമുള്ള ഒരു സാധാരണ കുടുംബത്തിൻ്റെ നാഥനായിരുന്നു ഈ രാജേഷ് എന്ന് മനസ്സിലാക്കണം. ഒരു ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകൻ, റെപ്പല്ലിംഗ് ഇൻസ്ട്രക്ടർ, നീന്തൽ പരിശീലനം, ഇതൊക്കെയായിരുന്നു രാജേഷ് എന്ന ഈ ദേവദാസൻ. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ മീൻതുള്ളി വെള്ളച്ചാട്ടത്തിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ. ആ സമയത്ത് കഴിഞ്ഞ 2026 ഓഗസ്റ്റ് 1-ാം തീയതി കനത്ത മഴ. അവിടെ കാര്യങ്കോട് പുഴ കുലം കുത്തി ഒഴുകുന്നു. പുളിങ്ങോം മീൻതുള്ളിയിലെ തുരുത്തിൽ പുഴയ്ക്കും കർണാടക വനത്തിനും ഇടയിലെ കൃഷിയിടത്തിൽ കോലുവള്ളി ശബനിയിൽ ബെന്നി എന്ന 61കാരൻ കുടുങ്ങിക്കിടക്കുന്ന ഒരു വിവരമറിയാം. വെള്ളം കഴുത്തോളം ഉയർന്നു കഴിഞ്ഞു. തെങ്ങിൽ പിടിച്ചു നിന്ന ബെന്നിയെ രക്ഷിക്കാൻ രാജേഷും സഹപ്രവർത്തകനായ ഷിബിനും ജിതിനും ഇറങ്ങി. സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി ബെന്നിക്ക് കൊടുത്തിട്ട് വടം തെങ്ങിൽ കെട്ടി അതിൽ പിടിച്ച് കരയ്ക്കെത്തിച്ചു. ബെന്നി മുന്നിലും ഷിബിനും ജിതിനും പിന്നിലും. ഏറ്റവും പിന്നിൽ രാജേഷും. അപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. ജീവൻ പണയം വെച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ച ആ ധീരന്റെ ജീവിതം അവിടെ അവസാനിച്ചു. ഈ ഭൂമിയിലെ ജീവിതം അവിടെ അവസാനിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടത്തി ചൊവ്വാഴ്ച രാത്രി 7:30 മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. മൃതദേഹം നാട്ടിലെത്തിക്കാനെന്ന് ആലോചിച്ച് നോക്കൂ. 500 കിലോമീറ്ററിലധികം ആംബുലൻസ് ഓടണം. ഈ 500 കിലോമീറ്റർ ദൂരം ഈ 3 ദിവസം പഴക്കമുള്ള ഈ മൃതദേഹം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചാൽ മതി. മനുഷ്യത്വമുള്ള മനുഷ്യന്മാർക്കാണെങ്കിൽ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഫ്രീസർ സൗകര്യമുള്ള ഒരു ആംബുലൻസ് വേണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. എന്നാൽ പയ്യന്നൂർ തഹസീൽദാർ KP പോൾ എന്ന മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, മനുഷ്യത്വം എന്തെന്ന് അറിയാത്ത ഒരാൾ, അയാൾ ചെയ്തതാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുപോയത്. ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസുകൾ 25,000 മുതൽ 35,000 രൂപ വരെ വാടക ചോദിച്ചപ്പോൾ അത് അധികമാണ് എന്ന് പറഞ്ഞ് അയാൾ ഫ്രീസർ സൗകര്യം വേണ്ട എന്ന് വെച്ച ഒരു ദുരവസ്ഥ. ഫ്രീസർ ഇല്ലാതെ ആംബുലൻസ് ഒരു കുഴപ്പമില്ല, 2 ലെയർ സീലിംഗ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പരിയാരം മെഡിക്കൽ കോളേജിലെ അധികൃതർ ഉറപ്പും നൽകിയത്രേ. ഈ പരിയാരം മെഡിക്കൽ കോളേജിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മുമ്പ് എടിയമായിരുന്ന നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തെന്നും പറഞ്ഞ് ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് എടുക്കാത്തതും ഒക്കെ ചെയ്ത ഇവിടുത്തെ സഖാക്കളുടെ കളിയാണ്. അത് തിരിച്ചറിയാതിരിക്കാനാണ്, ഒരു റീപോസ്റ്റ് പോലും നടക്കാതിരിക്കാൻ ആ ദേഹം നാട്ടിലെത്തിച്ച് കത്തിച്ച് കളഞ്ഞത്. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ വർഗം മറ്റൊരുത്തൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം പ്രാണം വെടിഞ്ഞവനോട് ഇങ്ങനെയൊക്കെ തീരുമാനിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. അവർ ഫ്രീസറില്ലാത്ത സാധാരണ ആംബുലൻസിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് മൃതദേഹം അയച്ചു. വഴിയിൽ ദുർഗന്ധം അസഹനീയമായി. തൃശ്ശൂരിനടുത്ത് ചാവക്കാട് എത്തിയപ്പോൾ ആംബുലൻസ് ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. പിന്നീട് മറ്റൊരു ഫ്രീസർ ആംബുലൻസ് സംഘടിപ്പിച്ച് അങ്ങോട്ട് മാറ്റേണ്ടി വന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നതും ഇപ്പോൾ വിവാദമായിരിക്കുന്നതും. ആ ദൃശ്യങ്ങൾ കണ്ട ജനങ്ങൾ ഞെട്ടിപ്പോയി. ഒരു നാടിൻ്റെ നായകൻ്റെ മൃതദേഹത്തോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ള ചോദ്യം ഉയർന്നതും അപ്പോൾ മുതലാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലജ്ജാകരമായ സത്യം ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു പോണത്. യാതൊരു പ്രതിഫലവും പറ്റാതെ സ്വന്തം ജീവിതം തന്നെ പണയം വെച്ച് മറ്റുള്ളവരുടെ ജീവനുകളെ സ്നേഹിക്കുന്നതിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒക്കെ കാരണത്താലാണ് ഈ ദേവദാസന്മാർ ദുരന്തമുഖത്ത് പണിയെടുക്കുന്നവർ ഇറങ്ങുന്നത്. അത് ഓർക്കണം നമ്മളത്. അവർക്ക് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഉയർന്ന ശമ്പളമോ അല്ലെങ്കിൽ പെൻഷനോ അല്ലെങ്കിൽ ഒരു സുരക്ഷ യാതൊന്നും തന്നെ ഇല്ല. ഒരു അപകടം നേരിടുമ്പോൾ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാതെ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ള ജീവനുകളെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്നവരാണ് ഇവര്. രാജേഷിനെ പോലെയുള്ളവർ സ്വന്തം ലൈഫ് ജാക്കറ്റ് പോലും അഴിച്ചു കൊടുത്ത് മറ്റൊരാളെ രക്ഷിക്കുന്നതും അതുകൊണ്ടാണ്. അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് മനുഷ്യസ്നേഹവും സമൂഹത്തോടുള്ള കടമയുമാണ്, സാമൂഹിക പ്രതിബദ്ധതയാണ്. ദേവദാസന്മാർ എന്ന് വിളിക്കാൻ പോലും യോഗ്യരായ ഈ മനുഷ്യർ ദുരന്തമുഖത്തേക്ക് ചാടി വീഴുന്നത് യാതൊരു വിധത്തിലുള്ള പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിച്ചിട്ടല്ല, മറിച്ച് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ആന്തരിക പ്രേരണയാലാണ്. പക്ഷെ കാര്യം കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
അവരെ അവഹേളിക്കുന്ന നടപടികൾ തന്നെയാണ് സർക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവൻ കൊടുത്തവന്റെ മൃതദേഹത്തോട് പോലും മര്യാദ കാണിക്കാതെ പണത്തിന്റെ കണക്കുകൂട്ടലിൽ ഫ്രീസൽ ആംബുലൻസ് നിഷേധിക്കുന്ന ചെകുത്താനും തോറ്റുപോകുന്ന മനസ്സിനുടമകളായിട്ടുള്ള തഹസീൽദാർമാരും ഉദ്യോഗസ്ഥരുമൊക്കെ ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് ഒരു നായകന്റെ അന്ത്യയാത്രയെ അപമാനിക്കുന്ന ഒരു സംവിധാനം ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ദുരന്ത രക്ഷാപ്രവർത്തകരെ ആദരിക്കുന്നതിന് പകരം അവരെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്പാരമ്പര്യം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഭരണ സംവിധാനത്തിലും വേരൂന്നിപ്പോയിട്ടുണ്ട്. ഈ നിലപാടിന് ഉടനടി മാറ്റം വന്നേ പറ്റൂ. നമുക്കറിയാം ഇതുപോലെ നന്ദികേട് കാണിച്ച മറ്റൊരവസരം 2018 മഹാപ്രളയം എല്ലാവർക്കും അറിയാലോ. അന്ന് പറഞ്ഞത് കേരളത്തിന്റെ പട്ടാളം എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ അന്ന് ബഹുമാനിച്ച് ആദരിച്ച് അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് അടിച്ചത്. എന്നാൽ ആ ദുരന്തത്തിന്റെ ആക്കം കുറഞ്ഞ ശേഷം പിന്നീട് അതേ ദേവദാസന്മാരെ അല്ലെങ്കിൽ അതേ പുണ്യാളന്മാരെ അതേ പട്ടാളത്തിനെ ഏത് രീതിയിലാണ് നമ്മുടെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിഞ്ഞൂടെ. ഈ ദൈവദാസന്മാർ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അധികാരികൾക്കും സമൂഹത്തിനുണ്ട്. അവർ നമുക്ക് വേണ്ടി ജീവൻ പണയം വെച്ചപ്പോൾ നമ്മൾ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാതിരുന്നാൽ നമ്മൾ അവരോട് കാണിക്കുന്ന നന്ദികേടല്ലേ? നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണ് അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ഉത്തരവാദിത്വം നിറവേറ്റാത്തപ്പോൾ അത് വെറും വീഴ്ചയാണെന്ന് പറയാൻ പറ്റൂല. കാരണം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യത്വത്തിന്റെ ഒരു പരാജയമാണിത്. പരിയാരത്ത് നിന്നും രാജേഷിന്റെ മൃതദേഹം സുരക്ഷിതമായി പുറപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ സർക്കാരിന്റെ, അതായത് വി ഡി സതീശൻ സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. നമുക്കറിയില്ല, ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന ഇവിടെ കൊളാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടര് നന്നായി നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും ചെന്ന് കുളമാക്കിയിട്ട് അത് സർക്കാരിന്റെ പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ ദുരന്ത ബാധിതരെ വീണ്ടും ദുരന്തത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി ഒരു കൂട്ടർ ഭരണ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സർക്കാർ അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതേ സർക്കാരിന് കുറച്ചെങ്കിലും തലയും മൂളയും ഉണ്ടെന്നുകൊണ്ട് ചിന്തിക്കണ്ടേ? ഇവിടെ തങ്ങളെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടർ നിൽക്കുമ്പോൾ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ട് എന്ന്. സർക്കാരിന് പേരുദോഷം വരുത്താൻ ഏതറ്റം വരെയും അവർ പരിശ്രമിക്കുമെന്ന് മനസ്സിലാക്കി ഇവിടെയും ഈ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോഴും ഇടപെടേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഇത് ഒരു വെറും വീഴ്ചയെന്ന് പറയാൻ പറ്റൂല. ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള അനാദരവാണ്. സ്വന്തം ജീവൻ കൊടുത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ച ഒരാളുടെ മൃതദേഹത്തോട് 25,000-30,000 ആയിരം രൂപയുടെ പേരിൽ ഇങ്ങനെ പെരുമാറിയിട്ടുള്ള പയ്യന്നൂർ തഹസീൽദാർ KP പോള്, നിങ്ങൾ ലജ്ജിക്കുന്നില്ലേ? നിങ്ങളുടെ മനസാക്ഷി എന്താ ഇറങ്ങിപ്പോയോ? റവന്യൂ വകുപ്പിന്റെ ഈ ഉദ്യോഗസ്ഥൻ, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾ ഒരു നായകന്റെ അന്ത്യയാത്രയെ ഇങ്ങനെ അപമാനിക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക്? പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഫ്രീസിലില്ലാത്തത് മതിയത്രേ. അതൊക്കെ പറഞ്ഞവര് നിങ്ങളെല്ലാം ഒരു കൂട്ടത്തിലാണ്. ചെകുത്താന്മാരെല്ലാം ഒരേ കൂട്ടത്തിലാണ്. മന്ത്രി AP അനിൽകുമാർ പിന്നീട് സസ്പെൻഷൻ ഉത്തരവിട്ടെന്ന് കേൾക്കുന്നു. കളക്ടർ P വിഷ്ണുരാജ് റിപ്പോർട്ട് വന്നു എന്നും ചോദിച്ചു എന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ അതൊക്കെ മതിയോ? സസ്പെൻഷൻ ഒരു ഔപചാരിക നടപടി മാത്രമാണ്. ഈ അനാദരവ് ചെയ്തവരെ ശരിയായി ശിക്ഷിക്കണം. വകുപ്പ് തല അന്വേഷണം മാത്രം പോരാ, ക്രിമിനൽ നടപടിയും വേണം. അവരെ പറ്റുന്നുണ്ടെങ്കിൽ പിടിച്ച് പുറത്താക്കണം. ജനങ്ങളുടെ പണം വാങ്ങി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് ഒരു ജനനായകന്റെ മൃതദേഹത്തോട് ഇങ്ങനെ പെരുമാറിയാൽ അവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയോ? ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. മനുഷ്യരോട് കരുണ തോന്നുന്നവരാണ് അല്ലെങ്കിൽ തോന്നേണ്ടവരാണ് ഈ ആരോഗ്യ സുരക്ഷാ രംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് ജീവന രംഗത്ത് പണിയെടുക്കേണ്ടത്. അല്ലാതെ ചകുത്താന്റെ മനസ്സും കൊണ്ട് അവൻ നശിച്ചു പോട്ടെ തൊലഞ്ഞു പോട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ല. മനുഷ്യത്വം നശിച്ചവരല്ല. ദുരന്ത രക്ഷാ പ്രവർത്തനങ്ങളിൽ ജീവൻ ബലിയർപ്പിക്കുന്നവരെ ആദരിക്കാൻ പോലും നമ്മുടെ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് കഷ്ടമാണ്. പ്രിയപ്പെട്ട രാജേഷ്, ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. താങ്കളുടെ സഹോദരനായി ബെന്നിയെ രക്ഷിച്ചു, താങ്കളുടെ ലൈഫ് ജാക്കറ്റ് കൊടുത്തു, അദ്ദേഹത്തിന് വേണ്ടി താങ്കളുടെ ജീവൻ തന്നെ കൊടുത്തു. പക്ഷേ താങ്കളുടെ മൃതദേഹത്തോട് ഈ ഉദ്യോഗസ്ഥർ ചെയ്തത് അല്ലെങ്കിൽ ഈ സിസ്റ്റം ചെയ്തത് സമൂഹത്തിന്റെ ലജ്ജയാണ്. ആ പിശാചിനെ തോൽപ്പിച്ചുള്ള ജന്തുക്കൾ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിത് തിരിച്ചറിയുന്നു. മാപ്പ് ചോദിക്കാനേ ഇനി ഞങ്ങൾക്ക് കഴിയൂ. മാപ്പ്. തിരുവനന്തപുരം കല്ലിയൂരിലെ രാജേഷിന്റെ വീട്ടിലേക്ക് ആ മൃതദേഹം എത്തിയപ്പോൾ കുടുംബം അനുഭവിച്ച ഒരു വേദന ഒന്ന് ആലോചിക്കുക, എത്ര ആയിരിക്കും എന്നുള്ളത്. ഭാര്യ, മക്കള്, അമ്മ, അച്ഛന്, എന്തിന് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? പയ്യന്നൂർ തഹസീൽദാർ പദവിയിൽ കയറിയിരുന്ന നാടിനെ അപമാനിച്ച KP പോളെ, താങ്കൾ ഈ നാടിനോട് മാപ്പ് പറയണം. എന്നിട്ട് രാജിവെച്ച് വേറെ വല്ല പണിക്കും പോകണം. റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ ഇനി വേറെ പലതും ഒരുപാട് വകുപ്പുകൾ പഠിക്കാനുണ്ട്. ഇവരെയൊക്കെ ഒന്ന് പഠിപ്പിക്കാനുമുണ്ട്. പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, മന്ത്രിമാരെ, നിങ്ങളുടെ തേൻ പൊഴിയുന്ന വാക്കുകളല്ല, കാരുണ്യമുള്ള യഥാർത്ഥ നടപടിയാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കർശന മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരണം. ഫ്രീസർ ആംബുലൻസ് എല്ലാ ജില്ലകളിലും ലഭ്യമാക്കണം. ദുരന്ത രക്ഷാ പ്രവർത്തകരുടെ മൃതദേഹങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകണം. അവരുടെ കുടുംബങ്ങൾക്ക് സ്ഥിരമായ സംരക്ഷണവും ആനുകൂല്യവും ഉറപ്പാക്കണം. ഇത് വെറും ഒരു ഉദാഹരണം മാത്രമല്ല, നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ മുഖംമൂടി അഴിച്ചു കാട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പ്രാണൻ കൊടുത്തവരെ ആദരിക്കാൻ കഴിയാത്ത ഒരു സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് പോണത്? രാജേഷിന്റെ ആത്മദാനം വെറുതെ ആയി പോകരുത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കും അഹങ്കാരത്തിനുമെതിരെ ജനങ്ങൾ തന്നെ ശബ്ദമുയർത്തണം, നടപടികൾ ഉണ്ടാകണം. ദുരന്ത രംഗത്തെ കാവലാളുകളായിട്ടുള്ള ഈ ദേവദാസന്മാരെ ഇനിയും അവഹേളിക്കുന്നത് അവസാനിപ്പിച്ചാൽ പറ്റുള്ളൂ. അവരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ്. പയ്യന്നൂർ തഹസീൽദാർ KC പോളിനെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ. സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് അറിയുന്നത്. അത് മാത്രം പോരാ. മനുഷ്യത്വം എന്നറിയാത്ത മറ്റാരെങ്കിലുമൊക്കെ കൂടി ഈ ആരോഗ്യരംഗത്തുണ്ടെങ്കിൽ അവരെയൊക്കെ പറിച്ചെറിയണം. അവരൊന്നും വേണ്ടെന്നേ. ഈ കാര്യത്തിൽ മറ്റാരെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തി അവരെയും ശിക്ഷിക്കണം. സോഷ്യൽ മീഡിയയിലെ ദൃശ്യങ്ങൾ ലോകം കണ്ടു കഴിഞ്ഞു എന്താണ് സംഭവിച്ചെന്നുള്ളത്. പുതിയ കഥകൾ മെനഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. തൻ്റെ പ്രാണൻ കൊടുത്ത് ബെന്നിയുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള രാജേഷ് എന്ന മനുഷ്യസ്നേഹിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കേവല ആശ്വാസം മാത്രം കൊടുത്താൽ പോരാ. നിലവിലെ അവരുടെ ബാധ്യതകൾ, അത് രാജേഷ് ജീവിച്ചിരുന്നെങ്കിൽ അത് തീർത്തേനെ. ഇനി ആ ബാധ്യതകൾ തീരണമെന്നുണ്ടെങ്കിൽ ആ കുടുംബം എന്തു ചെയ്യും? അവർ ആത്മഹത്യയിലേക്ക് പോകും. അതായത് ഈ നാടിന് വേണ്ടി, ഈ നാട്ടിലെ ദുരന്തങ്ങളിൽ മറ്റു ജീവനുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത് കൊണ്ട് അവരുടെ കുടുംബത്തെ ഒന്നടങ്കം കൊലയ്ക്ക് കൊടുക്കാതെ അവരുടെ എല്ലാ പ്രതിസന്ധികളെയും തീർത്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ കടബാധ്യതകളെല്ലാം തീർത്ത് അതിൻ്റെ വീട് പണി തീർത്ത് മാന്യമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ ഇവിടുത്തെ സർക്കാരും ഏറ്റെടുക്കണം. അല്ലലില്ലാതെ ജീവിക്കാനുള്ള അവസരം അവർക്ക് ഒരുക്കണം. അതിനുവേണ്ടി അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി മനുഷ്യത്വമുള്ളവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. ദേവദാസന്മാർ ഇവിടെ വേണം. ധാരാളം പേർ ഇവിടെ ഉണ്ട്. നമ്മളറിയാത്ത ഒത്തിരി പേർ. അവരൊക്കെ ജീവിക്കുന്നത് വളരെ മോശം സാഹചര്യത്തിലാണ്. ഈ നമ്മുടെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അവർ കെട്ടിത്താങ്ങി കൊണ്ടുവരുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, അതൊന്നും സർക്കാർ കൊടുക്കുന്നതോ ആരെങ്കിലും കൊടുക്കുന്നതല്ല. അവർ കൂലിപ്പണിയെടുത്തും ലോൺ എടുത്തും കഷ്ടപ്പെട്ട് വാങ്ങുന്നതാണ് നമുക്ക് വേണ്ടിയിട്ട്. ആ ലോൺ തിരിച്ചടയ്ക്കുന്നത് കൂലിപ്പണി എടുത്തിട്ടാണ്. ആ ലോൺ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ജപ്തിയായ രക്ഷാപ്രവർത്തകർ പോലും ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം നമ്മൾ. സർക്കാർ ഒരു തരത്തിലുള്ള സഹായവും അതിനുവേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരെ ആദരിക്കാൻ സംരക്ഷിക്കേണ്ടത് ചെയ്തത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് യഥാർത്ഥ മനുഷ്യത്വം എന്ന് പറയുന്നത്. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അതങ്ങ് ഉപേക്ഷിക്കണം. നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ലജ്ജാകരമായ ഒരു സത്യം നമ്മളെങ്കിലും അറിയണം 4 പേർ അറിയുന്നതിന് മുമ്പ്. രാജേഷിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തലകുനിച്ച് ഈ ഉദ്യോഗസ്ഥ വ്യവസ്ഥയോട് മലയാളത്തിലെ മനുഷ്യസ്നേഹികൾ മാപ്പ് ചോദിക്കണം, മാപ്പ് ചോദിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.